ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിൻസിയാസ് യൂട്യൂബ് ചാനൽ. അപ്പം എൻ്റെ പുതിയവർക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോമ്പ് 3 തലവ് 3 അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായി? തലനോമ്പ് നിങ്ങൾക്ക് രണ്ടും എങ്ങനെ ഉണ്ടായെന്ന് പറയണം കേട്ടോ. എങ്ങനെയായിരുന്നു നിങ്ങളുടെ നോമ്പ് എന്നൊക്കെ ഒന്ന് എനിക്ക് കമൻറ്റ് ചെയ്യണം. അപ്പോൾ മാഷാ അല്ലാഹ് എനിക്ക് രണ്ടും നോമ്പ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചൊന്നും വിചാരിച്ചിട്ട് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ആദ്യത്തെ നോമ്പിന് മാത്രം കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നുള്ളൂ. ഒരു മിനിറ്റ്, എന്താണ് അപ്പോൾ എന്താ പറയുക, ഇന്നിപ്പോൾ എനിക്ക് അധികം പണിയൊന്നുമില്ല കേട്ടോ. ഇന്നലെ എനിക്കധികം ഉണ്ടായില്ല. അപ്പോൾ ഇന്നും എനിക്ക് അധികം പണികളൊന്നും എനിക്കൊന്നുമില്ല. ആകെ ഉള്ള പണികളെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ 2 ദിവസമായിട്ട് ബീഫ് തന്നെയായിരുന്നു. ബീഫ് കറിയും ഇറച്ചിച്ചോറും അതുപോലെ തന്നെ ബീഫ് പുലാവ് ഒക്കെ തന്നെയായിരുന്നു. നാസ്തക്ക് അതൊക്കെ തന്നെയായിരുന്നു. പിന്നെ കട്ട്ലേറ്റ് അതൊക്കെ തന്നെ ബീഫൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ 2 ദിവസം ഇപ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് നമുക്കധികം നോമ്പാന്ന് വിചാരിച്ചാൽ നമ്മൾ കുറച്ച് ഡയറ്റാണ് കുറച്ച് നല്ലതാണ്. ഡയറ്റ് എന്ന് വെച്ചാൽ അങ്ങനെയല്ല, കുറച്ച് ഫുഡ് നമുക്ക് കുറക്കണം നല്ലതാണ്. നോമ്പൊന്നും പെട്ടെന്ന് നമ്മൾ ഓവറായിട്ട് ഫുഡ് കഴിച്ചാൽ നമുക്ക് കുറച്ച് ഫാറ്റ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നോമ്പാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഡയറ്റ് നല്ലതായിരിക്കാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പോൾ ഇന്ന് അപ്പോൾ ഞാൻ വിചാരിച്ച് മട്ടൻ ഇരിപ്പുണ്ട് ഫ്രിഡ്ജിൽ. അപ്പോൾ ഞാൻ വിചാരിച്ച് മട്ടൻ വേണ്ട, നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാം, പിന്നെ അതുപോലെ തന്നെ നെയ്ച്ചോറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. മുട്ടക്കറിയും നെയ്ച്ചോറാണെന്ന് നാസ്ത ഉണ്ടാക്കുന്നത്. അപ്പോൾ കടിയായിട്ട് കട്ട്ലേറ്റ് മസ്റ്റാണല്ലോ. കട്ട്ലേറ്റ് എൻ്റെ ഇക്കാക്ക് നിർബന്ധമുണ്ട്. അപ്പം കട്ട്ലേറ്റ് ഉണ്ടാക്കാറുണ്ട്, ബീഫിൻ്റെ കട്ട്ലേറ്റ് അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഞാൻ വിചാരിച്ച് ബ്രെഡ് വെച്ച ബ്രെഡ് റോളില്ലേ അതൊന്നും ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വിചാരിച്ച് നമുക്ക് എന്താ പറയുക, കറിക്കുള്ള നമ്മളെ സവാള കുട്ടന്മാരെയൊക്കെ അരിഞ്ഞ് സെറ്റാക്കാൻ വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ സവാള അരിയാൻ പോകുന്നുണ്ട്. അപ്പോൾ സവാളയും അതുപോലെ തന്നെ ക്യാരറ്റും നമ്മൾ നെയ്ച്ചോറിൻ്റെ ക്യാരറ്റൊക്കെ എല്ലാം അരിഞ്ഞ് സെറ്റാക്കിയിട്ട് കുക്ക് ചെയ്യാൻ വിചാരിച്ചു. അല്ലെങ്കിൽ എല്ലാം കൂടി കുഴഞ്ഞു മറിഞ്ഞ് അടുക്കളയൊക്കെ ആദ്യം വൃത്തികേടായിരിക്കും. ഞാൻ ആദ്യം അരിയാനുള്ള സെറ്റുകളും പിന്നെ അതുപോലെ തന്നെ മസാലകളൊക്കെ ഞാൻ ഓൾറെഡി കൂട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ബ്രെഡ് റോളിനുള്ളതാണെങ്കിലും കട്ട്ലേറ്റിനുള്ളതാണെങ്കിലും മസാലയൊക്കെ ഓൾറെഡി കുക്കാക്കി ഞാൻ വെച്ചിട്ടുള്ളതാണ്. ഇപ്പം ഞാൻ ചെയ്തേക്കണത്, ഞാൻ മുട്ടക്കറിയിൽ ഞാൻ വിചാരിച്ചു നമ്മുടെ ബ്രക്കോളിനില്ലേ അത് ബ്രക്കോളിനല്ലേ കോളിഫ്ലവർ ഇല്ലേ, അതിനാ ഇപ്പോൾ എൻ്റെ വീട്ടിൽ കോളിഫ്ലവർ ഉണ്ടായി. അപ്പോൾ അതും മുട്ടയും ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ. മുട്ടയും കോളിഫ്ലവറിനെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഒരുമിച്ച് കിടന്ന് വേവട്ടെ. പുള്ളിക്ക് അത്ര വേണ്ട, എന്നാലും ഞാൻ ഒരുമിച്ചിട്ട് വേവിച്ചിട്ടുണ്ട്. കാരണം കോളിഫ്ലവറിൽ എന്തെങ്കിലും അഴുക്കളൊക്കെ ഒന്ന് പോയി കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് രണ്ടും ഒരുമിച്ചിട്ടാണ് ഞാൻ വേവിക്കുന്നത്. അപ്പോൾ ഞാൻ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടാണ്. നമുക്ക് സവാളയും കൂടി അരിഞ്ഞ് ഓക്കെ. ഓ പറഞ്ഞോ, എന്താണ് ഓ ബാ 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 ബാ. സവാളയും കൂടി അരിയാം കേട്ടോ. ക്യാരറ്റ് ഞാൻ ചോപ്പിലോട്ട് അരിയണത്. സവാള നമുക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ അരിഞ്ഞെടുക്കാം. എന്താണ് മോളെ, സവാള വേണോ? പിന്നെന്താ വേണ്ട? ക്യാരറ്റ് വേണോ? എന്നാ താങ്ക് യു പറഞ്ഞേ. താങ്ക് യു.
കണ്ണരിയണ്ട പോപ്പലിട്ടിട്ട് നമുക്ക് ക്യാരറ്റ് ഇതാക്കി നോക്കാം. അങ്ങനെ ക്യാരറ്റ് ഒന്ന് അടിച്ചിട്ട് ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുത്താൽ മതി. അപ്പോൾ വേഗം കിട്ടുമല്ലോ. നമ്മുടെ ക്യാരറ്റ് കുട്ടൻ റെഡി ആയിട്ടുണ്ട്. ഇത് മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുട്ടക്കറിക്ക് വേണ്ട സവാളയും അതുപോലെ തന്നെ തക്കാളിയും ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ എല്ലാവരും അന്ന് ഞാൻ പറഞ്ഞല്ല, വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം പേസ്റ്റാക്കി ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ നമുക്ക് എടുത്ത് പെട്ടെന്ന് ഷെഡോണെ പണിയെടുക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് എന്നാൽ അപ്പോൾ ഞാൻ ബ്രെഡ് ഇതേപോലെ തന്നെ കുറച്ച് വെള്ളത്തിൽ കുതിർത്തിട്ട് ബ്രെഡ് ഞാൻ ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഒരു ബോൾ പോലെ ആക്കിയിട്ട് റൗണ്ട് പോലെ ആക്കിയിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചേക്കണം. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഉണ്ടാക്കി വെച്ചാൽ ഈ ഒരു ബാറ്ററിയിലേ ഇത് ബോളാക്കിയിട്ട് ഇതിനുള്ളിലേക്ക് ഇത് ഫില്ല് ചെയ്യാനായിട്ടിത്. അപ്പം നമുക്കത് ഫില്ല് ചെയ്യാം. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം ഇങ്ങനെയെന്നുള്ളത് കൂട്ടാൻ കാണിച്ചു തരാം കേട്ടോ. എന്തെങ്കിലും കളിക്കാൻ കൊടുത്താൽ മതി, അവിടെ ഇരുന്നോളൂ അതായിട്ട്. അപ്പം നമുക്കതൊരു സമാധാനം കിട്ടും. ഫില്ലിങ് വെച്ച് നോക്കാം. ആദ്യമായിട്ടാണ് ഞാൻ ട്രൈ ചെയ്യണത്. അപ്പം നിങ്ങളും ഒന്ന് നല്ലോണം ബാറ്ററി നല്ലോണം എത്തിച്ചു കൊടുക്കാം. നമുക്ക് ബ്രെഡ് വന്നിട്ട് നല്ലോണം എല്ലായിടത്തും റോൾ ചെയ്ത് കൊടുക്കണേ. കാണിച്ചരാട്ടോ. ഞാനിപ്പോൾ അധികം ഇതില്ലാത്തതുകൊണ്ട് അധികം ബ്രെഡ് എടുത്തിട്ടില്ലേ. ഇതേപോലെ ആക്കിയിടാം. അപ്പം ഞാൻ ഇതെങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ആദ്യം ഞാൻ ഈ ബ്രെഡ് കുറച്ച് ഞാൻ എടുക്കുന്നുണ്ട്. ഇതേപോലെ ബ്രെഡ് ഞാൻ എടുത്തിട്ട് നല്ലോണം ഒന്ന് പിന്നെ ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. തിക്കില്ലാണ്ട് നമ്മൾ പ്രസ് വന്നിട്ട് കുറച്ച് ഈ ഒരു ബാറ്റർ ഇതെടുത്തിട്ട് നമ്മൾ മസാല എടുത്തിട്ട് അതൊന്ന് റോൾ ചെയ്യുക, റൗണ്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പം ഇതും ഇതേപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ 4 വശം എല്ലാ വശങ്ങളും ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ മസാല ഉള്ളിലാക്കുന്ന വിധത്തിൽ ബ്രെഡ് എല്ലായിടത്തുനിന്നും ഇങ്ങനെ എടുക്കാം. കണ്ടോ? ഇതേപോലെ ആക്കിയെടുക്കാം. എന്നിട്ട് ഇന്ന് റൗണ്ട് ചെയ്തെടുക്കാം. ഓക്കെ, കണ്ടോ? ഇതേപോലെ ആക്കിയെടുക്കാം. അപ്പം ഇതേപോലെ ഞാൻ എല്ലാ ബോളും ആക്കിയെടുക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ മുട്ടയൊക്കെ പുഴുങ്ങിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ 4 പുഴുങ്ങിയുള്ളൂ. അതിൽ 1 ചായ കൊണ്ടുപോയിട്ട് ചായ കൊണ്ടുപോയി. അപ്പം 3 ഞാൻ പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഈ മുട്ട എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇങ്ങനെ വരഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ മുട്ട ചിലർ മുട്ട ഇങ്ങനെ ഉണ്ടാക്കിയിടും. ഞാൻ ഉണ്ടാക്കിയിടുന്നില്ല. കാരണം എനിക്ക് കുഞ്ഞു മുട്ട കിട്ടിയത്. അപ്പം ഞാൻ അത് ഇതേപോലെ വരഞ്ഞിട്ട് അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് ഈ മസാലയൊക്കെ നമ്മൾ കയറിക്കോളും. അതേപോലെ 3 മുട്ടയും വരഞ്ഞിട്ടിടുന്നുണ്ട്. പിന്നെ വെജിറ്റബിൾ ആയിട്ട് ഇടുന്നത് ഞാൻ മുട്ടക്കറിയിൽ ഇപ്പോൾ വെജിറ്റബിൾസ് ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇടാറൊന്നുമില്ല, ആദ്യമായിട്ട് ട്രൈ ചെയ്യണം. അപ്പം നോക്കിയിട്ട് നമുക്ക് ഇങ്ങനത്തെ ട്രൈ ഒക്കെ നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ ട്രൈ ചെയ്താലൊക്കെ നമുക്ക് ചീത്ത ഉറപ്പായിരിക്കും. നോക്കിനൊക്കെ പറയുമ്പോൾ ഒന്ന് പറഞ്ഞിണ്ടാണ്ടിന്ന് കഴിച്ചോളൂ. അപ്പം അതുകൊണ്ടിട്ട് നമ്മൊന്നും അങ്ങനെ ചെയ്യാറില്ല. അപ്പം ഇപ്പം എന്തേ ഞാൻ നേരത്തെ എല്ലാം തക്കാളിയും ഒക്കെ ചെയ്ത് സെറ്റാക്കി നമ്മൾ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഉടനെ നല്ലോണം ഒന്ന് ടേസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇടാൻ പോകുന്നത് ഗരം മസാലപ്പൊടി, തേൻ കൊണ്ട് പോയാളൊക്കെ കാണില്ലല്ലോ.
മഞ്ഞപ്പൊടി കുറച്ചിട്ടാൽ മതി, കാരണം ഭയങ്കര മഞ്ഞ കളറ് നീരുണ്ട് പൊടി. പിന്നെ ഞാനിടാവുന്നത് കുരുമുളക് പൊടി കുറച്ചിടണുള്ളൂ, കാരണം നമ്മൾ പച്ചമുളക് പോലെ തന്നെ ഇട്ടിട്ടുണ്ട്. അത് പത്തര. പിന്നെ മുളക് പൊടി എടുക്കട്ടെ, മുളക് പൊടി തീർന്നിരിക്കാൻ മുളക് പൊടി എടുക്കട്ടെ കേട്ടോ. നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. മുളക് പൊടി ഞങ്ങൾക്ക് പൊട്ടിച്ചിട്ടുണ്ട്. മുളക് പൊടി നമ്മൾ എടുക്കുമ്പോഴായിരിക്കും നമ്മൾ മുളക് പൊടി ഇല്ലാന്ന് പറയുന്നത്. മുളക് പൊടി പൊട്ടിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അത് ചെയ്യുമ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം നല്ലോണം ഇട്ട് അതായത് നല്ല കുറുകി വന്നിട്ടുണ്ട്. ആ കുറുകി വരുമ്പം ഞാൻ ഈ ഒരു പൊടിയില്ലേ കാണുന്നുണ്ടോ, ഇത് 10 മിനിറ്റ് പറഞ്ഞിട്ട് ഈ ഒരു പൊടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പിസയിലൊക്കെ ഇടുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ അത് കുറച്ച് കൊടുക്കുന്നത് നിങ്ങൾക്കത് ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഞാൻ ഇടാറുണ്ടേ. നല്ലോണം ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ. മുട്ട നമുക്ക് ഇട്ട് കൊടുക്കാം. ഗ്യാസ് കുറച്ച് കൊടുക്കാം കേട്ടോ. മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ്, നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചാൽ ഇത് കഷ്ണങ്ങളായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഇങ്ങനെ വേവിച്ച് വന്നിട്ട് നമുക്ക് കുറച്ച് ഉപകാരം ഉണ്ടാകും. ഇതേപോലെ അരിഞ്ഞിരുന്നു ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ഒരു മുട്ടക്കറി, വെജിറ്റബിൾ മുട്ടക്കറി. ഇത് മാത്രം മതി വെജിറ്റബിളായിട്ട്, വേറെ ഒന്നും വേണ്ടിയില്ല. ഇത് മാത്രം ഇട്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. നല്ലോണം വെന്തിട്ടുണ്ട്. നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം കുറച്ച് ചാറായിട്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെടുക്കും. ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെടുത്തിട്ട് എന്താ പറയുക, നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. ഗ്യാസ് കൂട്ടി വെച്ചിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കാട്ട് തോന്നും. അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ നല്ലൊരു എന്താ പറയുക ബീഫ് കറിയൊക്കെ കൂട്ടൂല ആ ഒരു ടേസ്റ്റ് ഉണ്ട് ഈ ഒരു മുട്ടക്കറിക്ക്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുട്ടക്കറി ഒന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ ഗൈസ് മുട്ടക്കറി നല്ലോണം തിളച്ച് വന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി തൂക്കി കൊടുക്കാം. ലാസ്റ്റ് വെളിച്ചെണ്ണ കൂടി തൂക്കി കൊടുക്കാം. അത്രേ ഉള്ളൂ ഗൈസ്. അത്ര എത്ര ഉള്ളൂ കേട്ടോ. അത് കാണിച്ചു. മറ്റേ ബ്രെഡ് നമ്മൾ റൗണ്ട് ചെയ്ത് ബോൾ വെച്ചില്ല, നമുക്ക് അതൊന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായി ഇതേപോലെ മുട്ടയിലൊക്കെ ആദ്യം മുക്കി പിന്നെ ബ്രെഡ് ക്രംസിൽ ഇതേപോലെ ഒന്ന് കോട്ട് ചെയ്തിട്ട് ഇതേപോലെ കോട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഉണ്ടോ, നല്ലോണം കോട്ട് ചെയ്തെടുക്കാം. കാണാൻ രസമില്ലേ, ലഡു പോയിരിക്കുന്നല്ലേ. എന്താണ് സായ ബാക്കിലൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് കണ്ടോ ബോൾസ് ആയിട്ടുണ്ട്. ഞാനിത് പൊരിക്കണം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പൊരിച്ച് കൂടുതൽ ചായയുടെ പ്രശ്നം എന്താണെന്ന് നോക്കിയിട്ട് കേട്ടോ. നല്ല എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഒരു ബോളായിട്ട് ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. മറിച്ച് തിരിച്ചിട്ട് കൊടുക്കേ.
ഇതിനകത്ത് നമുക്ക് കട്ട്ലേറ്റ് ഒഴിക്കാം കേട്ടോ. അപ്പോൾ കട്ട്ലേറ്റ് ഉണ്ടായിക്കഴിഞ്ഞു, ബ്രെഡ് റോൾ ഉണ്ടായിക്കഴിഞ്ഞു, പിന്നെ ജ്യൂസും വെള്ളവും നാരങ്ങളും ഉണ്ടാക്കിയുള്ളത്. ഞാനൊരു 6:30 ആകുമ്പോൾ മുട്ടക്കറി ഉണ്ടായിക്കഴിഞ്ഞു. ആളെ വിളിക്കട്ടെ, വിളിക്കട്ടെ. ഭയങ്കര വിളവ്. ആ കണ്ടാ ദേ ഇങ്ങ് വന്നേ, വിളിക്കുന്നു. വാ വാ, ദേ നോക്കിയേ. ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്ച്ചോറാണ് കേട്ടോ. നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പോകുന്നത്. വെള്ളം തട്ടേ, വെള്ളം തട്ടേ, വെള്ളം ചെവിയൂട, വെള്ളം തട്ടേ. അതാണ് പറയണ വെള്ളം. അപ്പം ഞാൻ ബിരിയാണി പോട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ബിസ്മി അൽഹംദുലില്ലാ. എന്താണ് കുറച്ച് സൺഫ്ലവർ ഓയിൽ, കുറച്ച് നെയ്യ്, എന്താണ് നമ്മൾ കുക്കറിൽ ഈ വിസിലടിക്കൂലേ, അത് ഭയങ്കര പേടിയാണ്. കുക്കറെല്ലാം ഇത് ഒച്ചേക്കൂല, ഇത് ഒച്ചേക്കൂല കേട്ടാ. ഇതേ ഒച്ച കേൾക്കൂല കേട്ടാ. പിന്നെ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം കേട്ടാ. ക്യാരറ്റിനെ ചൂടിട്ടിട്ടുണ്ട്. ഫ്രൈക്കോണോ ക്യാരറ്റ് ആണോ? ക്യാരറ്റ് ടേസ്റ്റ് ഉണ്ടാ? വേണോ? ഫീഡ് ചെയ്യുന്നുണ്ട് കുട്ടികൾ. ഞാനിപ്പോൾ ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഫീഡ് ചെയ്താലൊന്നും കിട്ടൂലല്ലോ. അപ്പം അതുകൊണ്ട് കുറച്ച് വിശപ്പുണ്ട് നമുക്ക്. ഫിനിഷ്. ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്. ക്യാരറ്റ് നല്ലോണം വഴറ്റുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് സ്പൈസസ് ഇടാൻ മറന്നു പോയി. നമുക്ക് സ്പൈസസ് ഇടാം. ചെറിയായിട്ട് പിന്നെ ഇടുന്നുണ്ട്. കുരുമുളക് ഇടണം കേട്ടോ. അങ്ങനെ കുരുമുളക് ഇടണം. സ്പൈസസ് ആയിട്ട് കുരുമുളക്. ഇതിനകത്തേക്ക് നമുക്ക് റൈസ് ഞാൻ ഊറ്റി കഴുകി ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് അതും ഇട്ട് കൊടുക്കാം. റൈസ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു ഗ്ലാസ് അരിക്ക് 2.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. എല്ലാം കൂടി ചെയ്യാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടാണ്. നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കേ.
ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി ഉപ്പിട്ട് കൊടുക്കേ. ക്യാരറ്റിൻ്റെ ആ കളറും നെയ്യിൻ്റെ കളറായിട്ടാണ് യെല്ലോ ഷെയ്ഡായിരിക്കണം. നമുക്ക് ഇത്രയും ആദ്യം കൂട്ടി വെച്ചിട്ട് പിന്നെ തിളക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് വെക്കാം, മൂടി വെക്കാം. അപ്പം മതി മതി മതി. ചെറുത് ഞങ്ങൾ തോർത്തനായിരുന്നില്ലേ? അത് കഴിച്ചു നോക്കണം. കഴിച്ചു നോക്ക്. മറ്റേ ബിസാൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഇല്ല ഉള്ളിലത്തെ സാധനത്തിൻ്റെ കുറുകിയാണെൻ്റെ ഉച്ചം കണ്ട ആപ്പിളാണോ? ആപ്പിള് ഓണം കളിക്കേണ്ടത് നോക്കി. അമ്മൂമ്മേണ അമ്മൂമ്മേണ അപ്പോൾ ഗൈസ് അത്രേ ഉള്ളൂ ഇന്നത്തെ നോമ്പ് പറ. സായ ബായ് പറഞ്ഞേ, ബായ് പറഞ്ഞേ, ബായ് പറ. അപ്പോൾ അൽഹംദുലില്ലാ 3 നോമ്പ് കഴിഞ്ഞ്. പിന്നെന്താ
ഇനി ഇത്ര ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ പുതിയ വീഡിയോ കാണാൻ ബൈ ബൈ. ഓറസായ ബൈ.